ഈ ദിവസത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു ഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ചില മലയാള പരിഭാഷയിൽ മാറിപ്പോയി എന്നുള്ളത് രണ്ടും ഒരേ അർത്ഥമാണ്. ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്നവനോട് അപേക്ഷിച്ചു. അതിനവൻ ബാക്കി ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവേ, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സ്ത്രീയേ, സ്ത്രീയേ, അതായത് എന്തോന്ന് വിളി കേട്ടില്ലല്ലോ, നിന്റെ വിശ്വാസം വലുത്. വലിയ നോയമ്പിലെ 4-ാമത്തെ ഞായറാഴ്ചയുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. യേശു തമ്പുരാൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നറിഞ്ഞാൽ ധാരാളം ആൾക്കാർ അവനെ തടിച്ചുകൂടുക പതിവായിരുന്നു. അവനെ കാണുവാൻ, അവനെ കേൾക്കുവാൻ, അവനിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ. ചിലർക്ക് അധ്വാനമില്ലാതെ അപ്പം ഭക്ഷിപ്പാൻ, ചിലർക്ക് ഒരു തമാശ രൂപേണ. 100% ആത്മാർത്ഥത കൊണ്ടല്ലായിരുന്നു എല്ലാവരും കൂടിയത്. അന്നും ഇന്നും ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ യേശു തമ്പുരാൻ സോർ സീദോൻ പ്രദേശത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ഒരു കനാന്യ സ്ത്രീ വന്ന് അവൻ്റെ അടുത്ത് വീണ് നമസ്കരിച്ചിട്ട് അവളുടെ വിഷയം അവതരിപ്പിക്കുന്നു. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അപ്പം അവർ പിന്മാറുന്നില്ല. ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് പറയുന്നു, കർത്താവേ, നമ്മുടെ പുറകെ നിലവിളിച്ചു കൊണ്ടുവരുന്ന ഇവളെ പറഞ്ഞയക്കണമേ എന്ന്. അപ്പോൾ കർത്താവിന് മറുപടി ഉണ്ട്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. കർത്താവേ, എന്നെ സഹായിക്കണമേ, എനിക്ക് വേറൊരാളില്ല, അവിടുന്ന് ഇതെനിക്ക് ചെയ്തു തന്നെ പറ്റുകയുള്ളൂ, മതിയാകുകയുള്ളൂ. അത് വേദപുസ്തകത്തിലില്ല, ഞാൻ വായിച്ചെടുക്കുന്നത്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. നായ്ക്കുട്ടിയെങ്കിൽ നായ്ക്കുട്ടികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? യജമാനന്മാരുടെ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുകൊണ്ട്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവിനൊന്നും പറയാനില്ലായിരുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. വായിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഇതേ സംഭവം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്ന് തട്ടിച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ മർക്കോസിൻ്റെ അവതരണം അനുസരിച്ച് ഇതൊരു ഭവന അന്തരീക്ഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്നാൽ വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പോൾ നമ്മൾ കേട്ടല്ലോ, ഒരു യാത്രാവേളയെന്ന് നേരിട്ട് ഇവിടെ പറയുന്നില്ല. പക്ഷേ വരികൾക്കിടയിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാം. കാരണം ആദ്യം ഒരു വാക്കും കർത്താവ് മറുപടി പറഞ്ഞില്ല. ശിഷ്യന്മാർ സബ്മിഷൻ, വിഷയം അവതരിപ്പിക്കുക. നമ്മുടെ പുറകെ നിലവിളിച്ചു കൊണ്ടുവരുന്ന ഇവളെ പറഞ്ഞയക്കണമേ. പുറകെ നിലവിളിച്ചു കൊണ്ടുവരുമ്പോൾ അതൊരു യാത്രാവേളയിൽ നടക്കുന്നു. വീണ്ടും വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷത്തിൽ കനാന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ വിശുദ്ധനായ മർക്കോസിൽ സീറോ ഫൊയ്നോക്യക്കാരി സ്ത്രീ എന്നാണ് പറയുന്നത്. വേദപണ്ഡിതന്മാർ ഇത് രണ്ടും ഒരാൾ തന്നെ എന്ന് പറയുന്നത് പോലെ
കല്ലുപാറക്കാരി, ഒരു ഓർത്തഡോക്സുകാരി എന്ന് പറയുന്നത് പോലെയുള്ളൂ. കനാന്യ സ്ത്രീ എന്നുള്ളത് അവളുടെ വംശം, ജാതീയമായ അവൾ ഏത് വംശത്തിൽപ്പെട്ടു എന്നുള്ളത്. സീറോ ഫൊയ്നോക്യക്കാരി എന്ന് പറയുമ്പോൾ ഏത് നാട്ടിൽ നിന്ന് ഉള്ളവൾ എന്ന്. വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒറ്റ കാര്യം മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ: മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല. എന്നാൽ വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് വളരെ വിസ്തരിച്ചാണ് പറയുന്നത്. അവൾ കർത്താവിൻ്റെ പുറകെ വരുന്നു. ദാവീദ് പുത്ര കർത്താവേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. ഒരു വാക്കും ഉത്തരം പറയുന്നില്ല. ശിഷ്യന്മാർ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറയുന്നു. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നവൾ നിലവിളിക്കുന്നു വീണ്ടും. അപ്പോഴാ മക്കളുടെ അപ്പം ബാക്കി. ഈ സോർ സീദോൻ പ്രദേശം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ തീരത്തുള്ള 2 പ്രധാന തുറമുഖ പട്ടണങ്ങളാണ്. ഫൊയ്നീക്യ പ്രദേശത്തെ പ്രധാനപ്പെട്ട 2 തുറമുഖ പട്ടണങ്ങളാണ് സോറും സീദോനും. ഇത് 2 തുറമുഖ പട്ടണങ്ങളാണ്. ഇന്നത്തെ ലെബാനോൻ എന്ന് പറയുന്നത് ഈ പ്രദേശമാണ്. ചരിത്രപരമായി ഇസ്രായേൽക്കാരും ഈ പ്രദേശത്തുള്ളവരുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബദ്ധശത്രുതയുടെ ആത്മാവിലാണ് ഈ 2 കൂട്ടരും കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ ഈ സോർ സീദോൻ പ്രദേശത്തുള്ളവരെക്കുറിച്ച് വളരെ മോശമായൊരു ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ കർത്താവിൻ്റെ മനസ്സിൽ ഈ സോർ സീദോൻ പ്രദേശത്തുള്ളവരോട് ഒരു സോഫ്റ്റ് കോർണർ, ഒരല്പം അനുകമ്പ ക്രിസ്തുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഒരു വേള കർത്താവ് പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കോരസീനേ, നിനക്ക് ആ കഷ്ടം. ബെത്സയിദേ, നിനക്കും ആ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ടേ എട്ടിലും വെണ്ണീറിലും ഇരുന്ന് അനുദപിച്ച് മാനസാന്തരപ്പെടുമായിരുന്നു. തീരുന്നില്ല, ന്യായവിധിയുടെ നാളിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. വളരെ താഴ്ന്ന നിലവാരമുള്ള, വളരെ പുച്ഛമായ, വളരെ നീചമായ മനോഭാവത്തോടു കൂടിയാണ് ഇസ്രായേൽ ജനം സോർ സീദോൻ പ്രദേശത്തെ ആൾക്കാരെ കണ്ടിരുന്നത് എന്ന് മാത്രമല്ല, ദൈവം നൽകുന്ന രക്ഷ ഞങ്ങളുടെ കുത്തക പാഠമാണ്, ഇതിനപ്പുറത്ത് ഇതാർക്കും ലഭ്യമല്ല എന്ന് വിശ്വസിക്കുകയും തലമുറകൾക്ക് കൈമാറിക്കൊടുക്കുകയും ചെയ്ത ഒരു സമൂഹത്തോടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ നിങ്ങൾ നിസ്സാരരെന്നും വളരെ മോശമായി കാണുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇവരുടെ നാട്ടിൽ നടന്നിരുന്നു എങ്കിൽ അവർ പണ്ടേ എന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു, അനുദപിക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, ന്യായവിധിയുടെ നാളിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. വടക്കേ ആഫ്രിക്കയിൽ, നോർത്ത് ആഫ്രിക്കയിൽ കാർത്തേജ് എന്ന് പറയുന്ന പട്ടണത്തിലെ മെത്രാപ്പോലിത്തയായിരുന്നു സിപ്രിയൻ എന്ന് പറയുന്ന പിതാവ്. അദ്ദേഹം പറയുന്നു, നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന പാത്രത്തിൻ്റെ വലിപ്പമനുസരിച്ചാണ് ദൈവം കൃപ തരുന്നത് എന്ന്. ഗോഡ് ഈസ് സോ ഗ്രേഷ്യസ്. വളരെയധികം കൃപ തരുവാൻ ദൈവം സദാ സന്നദ്ധനാണ്. പക്ഷേ അത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ലഭിക്കാതെ പോകുന്നത് ദൈവത്തിൻ്റെ കുറവല്ല, അത് സ്വീകരിക്കാനുള്ള നമ്മുടെ പാത്രത്തിൻ്റെ ഇടുക്കമാണ്. നമ്മുടെ വിശ്വാസമാകുന്ന പാത്രത്തിൻ്റെ ഇടുക്കം കൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കൃപ ലഭിക്കാതെ പോകുന്നത്. വേദ പണ്ഡിതന്മാർ ഈ കനാന്യ സ്ത്രീയെ പഴയ നിയമത്തിലെ 2 സ്ത്രീ കഥാപാത്രങ്ങളോട് ഉപമിക്കുന്നുണ്ട്. രാഹാബ് എന്ന് പറയുന്ന വേശ്യയോടും രൂത്ത് എന്ന് പറയുന്ന മഹിളാ രത്നത്തോടും. കാരണം രാഹാബ് എന്ന് പറയുന്ന വേശ്യയും രൂത്ത് എന്ന് പറയുന്ന മഹിളാ രത്നവും തങ്ങളുടെ പ്രതിസന്ധിയുടെ നാളുകളിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ അഭയം തേടി. അതുപോലെ കനാന്യ സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെ മൂർധന്യാവിൽ വേറൊരു പരിഹാരവും കണ്ടെത്തുവാനില്ലാഞ്ഞിട്ട് പുതിയ ഇസ്രായേലിൻ്റെ രക്ഷകനാകുന്ന ക്രിസ്തുവിൽ അഭയം തേടി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാഹാബ് എന്ന് പറയുന്ന വേശ്യയും അതുപോലെ രൂത്ത് എന്ന് പറയുന്ന വനിതയും കനാന്യ സ്ത്രീയോട് ഉപമിക്കുന്നുണ്ട്. വേറെയും ഉപമിക്കാൻ കാരണമുണ്ട്, അത് ഞാൻ പുറകെ പരാമർശിച്ചുകൊള്ളാം. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം, 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിക്കുള്ളിൽ അലക്സാണ്ട്രിയയിൽ ജീവിച്ച ഒരു വലിയ വേദവ്യാഖ്യാതാവായിരുന്നു ഒറിഗൻ എന്ന് പറയുന്ന ഒരാൾ. ഒറിഗനെ ഒരു സഭാപിതാവായി നമ്മൾ അതേപടി ഉൾക്കൊള്ളുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വേദവ്യാഖ്യാനങ്ങൾക്ക് നാം ചെവി കൊടുക്കാറുണ്ട്, കാതു കൊടുക്കാറുണ്ട്. അലക്സാണ്ട്രിയൻ പാരമ്പര്യം അനുസരിച്ച് വൈദികർക്കറിയാം, വേദവ്യാഖ്യാനം നടത്തുന്നത് ഇംഗ്ലീഷിൽ പറയും ആലിഗോറിക്കൽ വേ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ആലങ്കാരികമായി തിരുവചനത്തെ വ്യാഖ്യാനിക്കുക.
നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, അപരിചിതമായിട്ടുള്ള ഒരു കാര്യത്തെ അവർക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നിനോട് ബന്ധപ്പെടുത്തി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആശയങ്ങളെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി. അതിൽ ആ പാരമ്പര്യത്തിൻ്റെ ശക്തനായ ഒരു വക്താവായിരുന്നു ഒറിഗൻ, അലക്സാൻഡ്രിയയിലെ ഒറിഗൻ എന്ന് പറയുന്ന പിതാവ്. അദ്ദേഹം ഈ വേദഭാഗം വ്യാഖ്യാനിക്കുന്നത്, കനാന്യ സ്ത്രീ അവൾ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവളുടെ മകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഒറിഗൻ്റെ വ്യാഖ്യാനം, കനാന്യ സ്ത്രീ സഭയാണ്. മകൾ എന്ന് പറയുന്നത് ആ സഭയിലെ ഒരംഗമാണ്. അപ്പോൾ കനാന്യ സ്ത്രീ എന്ന് പറയുന്നത് ദ ചർച്ച് ആസ് എ ഹോൾ, സഭയാണ്. അവൾ സഭയെ പ്രതിനിധാനം ചെയ്യുന്നു. അവളുടെ മകൾ ആ സഭയിലെ ഒരംഗവുമാണ്. ആ നിലയിൽ ഈ വ്യാഖ്യാനവുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. ആരുടെ വിശ്വാസമാണ് പ്രിയമുള്ളവരെ വലുത്? ഫ്രാൻസിസ് മാർപ്പാപ്പ ചുരുങ്ങിയ കാലത്തെ സഭാ നേതൃത്വം കൊണ്ട് മുഴുവൻ ലോകത്തിൻ്റെയും ശ്രദ്ധയും ആദരവും പിടിച്ചു പറ്റാൻ കഴിഞ്ഞ ഒരു സഭാ മേലധ്യക്ഷനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. 2 പ്രാവശ്യം അദ്ദേഹത്തെ അടുത്ത് കാണുവാനും അടുത്തിടപെടുവാനുമുള്ള അവസരമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളോ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോ എവിടെയെങ്കിലും കണ്ടാൽ ഞാനൊന്ന് അല്പം ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ട്രൂ ഫെയ്ത്ത് ഈസ് ഡിമാൻഡിങ്. ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക, പ്രേരിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക, കർമ്മനിരതരാക്കുക, ആകുക. വിശ്വാസം അതിൽ തന്നെ അവസാനിക്കുന്നില്ല. വിശ്വാസത്തിന് അനുബന്ധമായ ചില ആനുപാതികമായ ഉപോത്ബലകമായ കർമ്മങ്ങൾ കൂടി ഉണ്ടാകണം. അപ്പോഴാണ് വിശ്വാസം അതിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ എത്തുന്നത്. 4-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ പാർത്ത കൂറിലോസ് എന്ന് പറയുന്ന ഒരു പിതാവ് പഠിപ്പിക്കുന്നുണ്ട്, ദൈവീകതയുടെ രീതിക്ക് 2 തലങ്ങൾ അഥവാ 2 മാനങ്ങളുണ്ട്. ഒന്ന് ദ പയസ് ഡോക്ട്രിൻസ് ആൻഡ് വെർച്വസ് പ്രാക്ടീസസ്. ഒന്ന് ഭക്തിപൂർവമായ വിശ്വാസങ്ങളും അതിന് അനുബന്ധമായ സുഹൃത കർമ്മങ്ങളും ഉണ്ടാകണം. അദ്ദേഹം പറയുന്നുണ്ട്, നല്ല കർമ്മങ്ങളെ കൂടാതെയുള്ള വിശ്വാസ പ്രമാണങ്ങളോ ഭക്തിപൂർവമായ വിശ്വാസ പ്രമാണങ്ങളെ കൂടാതെയുള്ള നല്ല കർമ്മങ്ങളോ ദൈവസന്നിധിയിൽ അതിനൊരു സ്വീകാര്യതയില്ല. ഇത് രണ്ടും ഒന്നിച്ചു പോകണം. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ. നല്ല ഭക്തിപൂർവമായ വിശ്വാസങ്ങൾ അത് നമ്മെ നല്ല കർമ്മത്തിലേക്ക് എത്തിക്കുന്നു. ലോകത്തിൽ എത്രയോ മനുഷ്യർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രൈസ്തവ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നതിനേക്കാൾ മതേതരരായിട്ടുള്ളവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുണ്ട്. പക്ഷേ ക്രൈസ്തവ സഭ പുണ്യപ്രവൃത്തികൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറയുണ്ട്, ദൈവവചനത്തിൻ്റെ ഒരു ശാക്തീകരണമുണ്ട്. അതുകൊണ്ട് വിശ്വാസമില്ലാത്ത പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥവും നിർജ്ജീവവും എന്ന് പഠിപ്പിച്ച സ്ലീഹായാണ് യാക്കോബ് സ്ലീഹ. പ്രിയമുള്ളവരെ, ആരുടെ വിശ്വാസമാണ് വലുത്? കർത്താവ് പറഞ്ഞു, ഓ വുമൺ, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. ഒറിഗൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം. അമ്മയും മകളുമാ, പക്ഷേ സഭയും ആ സഭയിലെ ഒരംഗവുമാണ്. എങ്കിൽ ആരുടെ വിശ്വാസമാണ് വലുത്? ഒന്ന്, അപരൻ്റെ വേദന സ്വന്തം വേദനയായി അനുഭവപ്പെടുകയും അതിന് തന്നാൽ ആവുന്ന വിധത്തിൽ പരിഹാരം കാണുവാൻ അങ്ങേയറ്റം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസമാണ് വലുത്. കനാന്യ സ്ത്രീ ചെയ്തത് അതാണ്. അപരൻ്റെ വേദന സ്വന്തം വേദനയായി ആ സ്ത്രീക്ക് അനുഭവപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല, അവസാനിക്കുന്നില്ല. സെമികോളൻ, അതിന് തന്നാലാവുന്ന വിധത്തിൽ പരിഹാരം കാണുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളിൻ്റെ വിശ്വാസമാണ് വലുത്. ഈ അടുത്ത സമയത്ത് തിരുവല്ലായിൽ ഒരു എക്യുമെനിക്കൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ ഒരു പ്രഭാഷകനായിരുന്നു. നമുക്ക് സുപരിചിതനായ ബോബി ജോസ് അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞ് അവിടെ ഇരുന്ന ഒരാൾ എനിക്ക് 3 പുസ്തകങ്ങൾ കൊണ്ട് തന്നു. ചിലയിടത്ത് പൂ തരും, ചിലയിടത്ത് പൂച്ചെണ്ട് തരും. പുസ്തകം കിട്ടുന്ന കുറേ കൂടി സന്തോഷം. ഈ 3 പുസ്തകങ്ങളുണ്ടായിരുന്നു. ഞാനും നോക്കിയപ്പോൾ അത് 3ഉം ഈ ബോബി ജോസ് അച്ഛൻ്റെ പുസ്തകങ്ങളാണ്. 2 എണ്ണം ഇച്ചിരി കട്ടി കൂടിയതായതുകൊണ്ട് ഞാൻ ഉടനെ തുറന്നില്ല. പക്ഷേ അതിൽ ചെറിയ പുസ്തകം, അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത്, മെയ്യ തിന്നാൽ ഒന്നും അറിയത്തില്ലേ, തിന്നുമ്പോൾ ഓർക്കണേ, പനയും തിന്നാം. അതുകൊണ്ട് ഞാൻ ആ കൊച്ചു പുസ്തകം എടുത്തു. പുസ്തകത്തിൻ്റെ പേര് ചില്ല്, കുപ്പിച്ചില്ല്, കണ്ണാടി ചില്ല്, വേറെ ചില്ല് വല്ലതും ഉണ്ടെന്ന് അറിയത്തില്ല, ചില്ല്. ഈ പുസ്തകത്തിൽ ബോബി ജോസ് അച്ഛൻ പറയുന്നു, കമ്പാഷൻ, മലയാളത്തിൽ അനുകമ്പ, സഹാനുഭൂതി എന്നർത്ഥം വരുന്ന കമ്പാഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് കോ സഫറിങ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് അത് രൂപം കൊണ്ടത് എന്ന്. ഞാനൊരു ഭാഷാ പണ്ഡിതനല്ല, അതുകൊണ്ട് ആ ബോബി ജോസ് അച്ഛനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. കോ സഫറിങ് എന്ന് പറഞ്ഞാൽ സഹനം.
സഹശയനമല്ല, ഒന്നിച്ച് സഹിക്കുക, ഒന്നിച്ച് വഹിക്കുക. അപ്പോൾ കമ്പാഷൻ എന്ന് പറയുമ്പോൾ അത് ഒന്നിച്ച് സഹിക്കുക, അല്ലെങ്കിൽ അവരുടെ വേദന തന്നാലാവുന്ന വിധത്തിൽ പങ്കിടുന്ന ഒരനുഭവം എന്ന് മാത്രമല്ല, അതിന് തന്നാലാവുന്ന വിധത്തിൽ പരിഹാരം കാണുവാനുള്ള പരിശ്രമവും. ഞാൻ നമുക്ക് സുപരിചിതമായ കർത്താവിൻ്റെ 2 ഉപമകൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. അത് രണ്ടും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ഒന്നാമത്തത് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ഇത് ഞാൻ വായിക്കേണ്ട കാര്യമില്ല. ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്ന, വീട്ടുപടിക്കൽ എന്ന് പറഞ്ഞാൽ പോരാ, പടിപ്പുരയ്ക്കൽ കിടക്കുന്ന ലാസർ എന്ന് പറയുന്ന വ്രണബാധിതനായ ഒരു മനുഷ്യൻ. ധനവാനെ കുറിച്ച് പറയുന്നു, അവനെല്ലാം ഉണ്ട്, പക്ഷേ അവനൊരു പേരില്ല. ലാസറിന് ഒന്നുമില്ല, പക്ഷേ അവനൊരു പേരുണ്ട്. ധൂമ്രവസ്ത്രധാരിയായി കഴിയുന്ന ധനവാന് ലാസറിനെ കണ്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ പ്രിയമുള്ളവരെ. കാരണം അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്നത് ലാസറാണെന്ന് ബോധ്യപ്പെടത്തക്കവണ്ണം ധനവാൻ കഴിഞ്ഞു വരുന്നെങ്കിൽ ദ ഫേസ് വാസ് സോ ഫെമിലിയർ ടു ദ റിച്ച് മാൻ. ആ ധനികനായ മനുഷ്യൻ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്നത് ലാസറാണെന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ആ മുഖം പരിചയമുള്ളതായിരുന്നു. പക്ഷേ എന്തായിരുന്നു ധനവാന്റെ ജീവിത ഫിലോസഫി, തത്വശാസ്ത്രം? യുവർ മിസ്ഫോർച്യൂൺ ഈസ് യുവർ മാറ്റർ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. നിന്റെ ദൗർഭാഗ്യം, നിന്റെ അവസ്ഥ അതെന്നെ ബാധിക്കില്ല, അതെൻ്റെ വിഷയമല്ല. ആ ഭൂമുഖത്ത് ഒരു മനുഷ്യൻ പോലും ലാസറിന് തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. ഈ ധനവാന്റെയും ലാസറിനെയും കുറിച്ച് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാ പിതാവും എൻ്റെ കാവൽ പിതാവും കൂടിയായ സ്വർണ്ണനാവുകാരൻ മാർ ഈവാനിയോ സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം 4 പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. എത്ര ഹൃദയസ്പർശിയാണെന്നറിയാമോ? അത് കണ്ണ് കുതിർന്നുകൊണ്ടല്ലാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വായിക്കാൻ പറ്റില്ല പ്രിയമുള്ളവരെ. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തടത്ത് നായ്ക്കളായിരുന്നു ലാസറിനൊരു ആശ്വാസവും, നായ്ക്കളുടെ സാന്നിധ്യമായിരുന്നു ലാസറിന് സമാധാനവും. സ്വർണ്ണനാവുകാരൻ അങ്ങോട്ട് വർണ്ണിക്കുകയാണ്, നായ്ക്കൾ തങ്ങളുടെ അരമുള്ള നാവ് കൊണ്ട് ലാസറിൻ്റെ വ്രണത്തിൽ വന്ന് നക്കുമ്പോൾ 2-3 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 1, വ്രണം വൃത്തിയാക്കുന്നു. 2, അരമുള്ള നാവ് കൊണ്ട് ഈ വ്രണത്തിലൂടെ തലോടുമ്പോൾ ലാസറിനൊരു ആശ്വാസമാണ്. 3, നായുടെ സ്പർശനം കൊണ്ട് നായ ഈ ലാസറിൻ്റെ വേദനയോട് ഏകീഭവിക്കുകയാണ്. ഇതങ്ങോട്ട് വർണ്ണിച്ചിട്ട് സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് ചോദിക്കുന്നു, മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണ് എങ്കിൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നിടത്ത് ഒരു നാം അല്ലെങ്കിൽ നായ്ക്കൾ മാത്രമാണ് ലാസറിൻ്റെ വേദനയിൽ പങ്കാളിയാകാൻ തയ്യാറായത് എങ്കിൽ അദ്ദേഹം ചോദിക്കുക, എവിടെയാണ്, ആരിലാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നായ വളരെ പുച്ഛമായിട്ട്, വളരെ മോശമായിട്ടാണ് നമ്മൾ കാണുന്നത്. പോരാ പ്രിയമുള്ളവരെ, നായിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട്. വന്യനായ DJ ജോഷുവാച്ചൻ ദിവംഗതനാകുന്നിടം വരെ മലയാള മനോരമയിൽ ഞായറാഴ്ചയിൽ ഇന്നത്തെ ചിന്താവിഷയം എഴുതിയിരുന്നത് വന്യനായ ജോഷുവാച്ചനായിരുന്നു. അദ്ദേഹം ദിവംഗതനായതിനു ശേഷം പലരും കൈവച്ച പലരും ആ രംഗം ഇട്ടിട്ട് പോയി. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി രോഹിണി തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരാളാണ് എഴുതുന്നത്. അതൊരു സ്ത്രീയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഒരിടത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ പറഞ്ഞു, അല്ല തിരുമേനി, അത് ഒരു തൂലികാ നാമം ആ പുരുഷനാണ്. പിന്നെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഞാൻ അന്വേഷിക്കാൻ പോയില്ല. കുറേ ഞായറാഴ്ചകൾക്ക് മുമ്പ് രോഹിണി തിരുനാൾ മലയാള മനോരമ സൺഡേ സപ്ലിമെന്റിൽ എഴുതി, നെപ്പോളിയൻ ബോണപ്പാർട്ട് വാട്ടർലൂ യുദ്ധം നടത്തിയ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്. നെപ്പോളിയൻ നടത്തിയ ഒരു യുദ്ധകളത്തിൽ ഈ യുദ്ധകളത്തിൽ മുറിവേറ്റ് കിടക്കുന്നവരെയും മരണപ്പെട്ട് കിടക്കുന്ന പട്ടാളക്കാരെയും കാണുന്നതിന് നെപ്പോളിയൻ ബോണപ്പാർട്ട് യുദ്ധകളത്തിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു മൃതശരീരത്തിൻ്റെ അടുത്തിരുന്ന് ഇടയ്ക്കിടയ്ക്ക് നാവുകൊണ്ട് ഒരു പട്ടാളക്കാരൻ, മരിച്ചു കിടക്കുന്ന പട്ടാളക്കാരൻ്റെ മുഖം നക്കുന്ന ഒരു നായും നക്കിക്കഴിഞ്ഞ് ഒരു പ്രത്യേക ദീനരോധനത്തിൽ ഓരിയിടുന്ന നായയെയും നെപ്പോളിയൻ ബോണപ്പാർട്ട് കണ്ടു. നെപ്പോളിയൻ അത് കണ്ടു കുറേ നേരം നോക്കി നിന്നുപോയി, സ്തബ്ധനായി എന്നാണ് ചിന്താവിഷയം എഴുതിയ ആൾ എഴുതിയിരിക്കുന്നത്. ഇത് കർത്തവ്യ മൂഢനായി കുറേ നേരം അദ്ദേഹം അത് നോക്കി നിന്നു എന്ന് മാത്രമല്ല, തുടർന്നുള്ള പല തീരുമാനങ്ങൾക്കും ഇത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, മനുഷ്യൻ്റെ വേദന, അവൻ്റെ പ്രയാസം, അത് നിന്റെ വിഷയം, എൻ്റേതല്ല എന്ന് ധനികനായ മനുഷ്യനും ആ നാട്ടിലുള്ളവരും വിധി എഴുതിയപ്പോൾ ഒരു പറ്റം നായ്ക്കൾ അത് ഏറ്റെടുക്കുന്നു. യുവർ മിസ്ഫോർച്യൂൺ ഈസ് അവർ മാറ്റർ ടു. ഇത് നിന്റെ, ഇറ്റ്സ് നോട്ട് ഓൺലി യുവർ മാറ്റർ, ഇറ്റ് മാറ്റേഴ്സ് ടു അസ് ടു. നിന്റെ ദൗർഭാഗ്യം നിന്റെ വിഷയം മാത്രമല്ല എന്ന് ഉരിയാടാൻ, വിളിച്ചു പറയാൻ, സംസാരിക്കാൻ കഴിവില്ലാത്ത നായ്ക്കൾ ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. അവരുടെ വേദന സ്വന്തം വേദനയായി നായ്ക്കൾക്ക് ബോധ്യപ്പെട്ടു. അതിന് തങ്ങളാലാവുന്ന വിധത്തിൽ പരിഹാരം കാണുവാൻ അവർ പരിശ്രമിച്ചു.
രണ്ടാമത് വിശുദ്ധ ലൂക്കോസിൽ മാത്രം നാം കാണുന്ന ഈ രണ്ട് ഉപമകളും ഞാൻ പറഞ്ഞതും പറയാൻ പോകുന്നതും വിശുദ്ധ ലൂക്കോസിൽ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നല്ല ശമരിയാക്കാരൻ്റെ ഉപമ, ഈ കാരുണ്യത്തിൻ്റെ കാര്യങ്ങൾ മറ്റ് സുവിശേഷകന്മാരെക്കാൾ കുറെ കൂടി ശക്തമായി വ്യക്തമായി ആവിഷ്കരിക്കുന്നത് വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിയസാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തെ ദ ഗോസ്പൽ ഓഫ് കമ്പാഷൻ എന്ന് ചിലരെങ്കിലും വിളിക്കുന്നെങ്കിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ നമുക്ക് വളരെ സുപരിചിതമാണ്. പുരോഹിതൻ വന്നു, ലേവ്യൻ വന്നു, അവരെക്കുറിച്ച് പറയുന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. കാരണം അവരുടെ മനോഭാവം എന്താ? നിന്റെ ദൗർഭാഗ്യം, നിന്റെ വിഷയം, ഇത് ഞങ്ങളുടെ വിഷയമല്ല. ഇവിടെയാണ് ഒരു ശമരിയാക്കാരൻ വരുന്നത്. പിന്നീടാണ് അവൻ നല്ല ശമരിയാക്കാരനായി മാറുന്നത്. അവൻ്റെ കർമ്മം കൊണ്ട് അവൻ നല്ല ശമരിയാക്കാരനായി മാറുകയായിരുന്നു. ഒരു വഴിപോക്കനായ ഒരു മനുഷ്യൻ നല്ലത് എന്നുള്ളത് പ്രവൃത്തിയിലൂടെ ആർജിച്ചു. നല്ല ശമരിയാക്കാരനെ കുറിച്ച് ലൂക്കോസ് എവങ്കേലിയാസ് എഴുതിയിരിക്കുന്നു, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, അരികെ ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്നവൻ്റെ മുറിവുകളെ കെട്ടി, അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി 2 വെള്ളിക്കാശ് വഴിയമ്പലക്കാരന് കൊടുത്തു. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. പുരോഹിതനും ലേവ്യനും കണ്ടത് തന്നെയാണ് ശമരിയാക്കാരനും കണ്ടത്. പുരോഹിതൻ്റെയും ലേവ്യൻ്റെയും ദൃഷ്ടിയിൽ ഒരു അംഗീകാരമില്ലാത്തൊരു മനുഷ്യനാണ്, പുറജാതിക്കാരനാണ്. പക്ഷേ അവനിൽ മനസ്സലിവുണ്ടായി. 7 കാര്യങ്ങളാണ് അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവനിൽ ഉണ്ടാകുന്നത്. മനസ്സലിഞ്ഞു, അരികെ ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവ് കെട്ടി, വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി 2 വെള്ളിക്കാശ് കൊടുത്തു. തീരുന്നില്ല, ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നില്ല. അധികം നിങ്ങൾ ഭംഗിയായി ചെയ്യണം, അധികം എന്തെങ്കിലും ചെയ്വായാൽ ഞാനേക്കുന്നു, ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. പ്രിയമുള്ളവരെ, ശമരിയാക്കാരൻ്റെ മനോഭാവം എന്താ? നിന്റെ ദൗർഭാഗ്യം എൻ്റെ ദൗർഭാഗ്യം എൻ്റേത് കൂടിയാണ് എന്ന് മാത്രമല്ല, അതിന് തന്നാലാവുന്ന വിധത്തിൽ പരിഹാരം കാണുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഉപമ ഉപസംഹരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, യു ഓൾസോ ഗോ ആൻഡ് ഡു ലൈക്ക് ദിസ്, നീയും പോയി ഇതുപോലെ ചെയ്യണം എന്ന്. ധനവാന്റെയും ഉപമയുടെയും അവസാനത്തിൽ നീയും പോയി ഇതുപോലെ ചെയ്യാൻ പറഞ്ഞില്ല. അഥവാ പറഞ്ഞിരുന്നെങ്കിൽ കർത്താവ് പറയുമായിരുന്നു, നായ്ക്കൽ ചെയ്തതുപോലെ നീയും പോയി ചെയ്യണമെന്ന്. പ്രിയമുള്ളവരെ, അവനെൻ്റെ വേദന സ്വന്തം വേദനയായി അനുഭവപ്പെടണം. അതിന് തങ്ങളാലാവുന്ന വിധത്തിൽ പരിഹാരം കാണുവാൻ ശ്രമിക്കുന്നവരുടെ ഉള്ളിലാണ് ദൈവാത്മാവുള്ളത്, ദൈവം വസിക്കുന്നത്. എനിക്കൊരാൾ ഒരു സിനിമ അയച്ചു തന്നു. തിരുമേനി സിനിമ കാണുമ്പോൾ ചോദിച്ചാൽ ഞാൻ ഒരു സിനിമയും കാണാറില്ല. പക്ഷേ എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു, ഒരടിക്കുറിപ്പും ഉണ്ടായിരുന്നു, തിരുമേനി ഇത് നിർബന്ധമായും ഒന്ന് കാണണേ എന്ന്. 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളൊരു സിനിമ, ഒരു മനുഷ്യൻ പോലും അഭിനയിച്ചിട്ടില്ലാത്ത ഒരു സിനിമ, ഒരു മനുഷ്യൻ്റെയും ശബ്ദമില്ലാത്ത ഒരു സിനിമ, ലോകത്തിലെ ഏറ്റവും വലിയ സിനിമകൾക്കുള്ള അവാർഡായ ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമ ഒരു വണ്ടിൻ്റെയാണ്. വണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങൊക്കെ കുത്തിക്കളയുന്ന ഒരു ജീവിയുണ്ടല്ലോ, ചെല്ലി. അതിൻ്റെ അത്രയും വലിപ്പം വരില്ല, എന്നാൽ ഏകദേശം അത്രയും വലിപ്പമുള്ള ഒരു ചെല്ലി. ഇംഗ്ലീഷിൽ വിക്കിപീഡിയ ലേഡി ബഗെന്ന ഇതിനെ വിളിക്കുന്നത്. കാരണം ഇത് ചുവന്നിരിക്കുന്നത് കൊണ്ടായിരിക്കും ആ പേര് കൊടുത്തത്. ഒരു ചുവന്ന വണ്ട് ഒരു കല്ലിലിരിക്കുക. അത് നോക്കിയപ്പോൾ ഒരല്പം അകലെ താഴെ മറ്റൊരു വണ്ട് തലകീഴായി കിടക്കുന്നു. തലകീഴായി കിടക്കുന്ന വണ്ട് ഒന്ന് നേരെയാകാൻ കുറേ നേരമായി കൈകാലിട്ടടിക്കുന്നതല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. കണ്ട വണ്ട് നേരെ പറന്നവിടെ ചെന്നിട്ട് ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോൺ എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ടല്ലോ, അതുപോലെ തലകീഴായി കിടന്ന് കൈകാലിട്ടടിക്കുന്ന വണ്ടിൻ്റെ ചുറ്റും കുറേ നേരം വട്ടമിട്ട് പറന്ന് നിന്നിട്ട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് പോലെ നേരെ അങ്ങോട്ട് പെട്ടെന്ന് കല്ല് വീഴുന്നത് പോലെയല്ല, മെല്ലെ മെല്ലെ ലാൻഡ് ചെയ്ത് തൻ്റെ കൈകളും കാലുകളും തലകീഴായി കിടന്ന് കൈകാലിട്ടടിക്കുന്ന വണ്ടിന് പിടിച്ച് കയറത്തക്കവണ്ണം നീട്ടിക്കൊടുത്തു. കച്ചിത്തുരുമ്പ് കണ്ടാലും പിടിച്ചു കയറുമല്ലോ. ഈ തലകീഴായി കിടക്കുന്ന വണ്ട് ഈ നീട്ടപ്പെട്ട കൈകയിലും കാലയിലും പിടിച്ചു കയറാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. ശ്രമമല്ലാതെ ഒരു കാര്യവും ഇവിടെയും നടക്കുന്നില്ല. സഹായിക്കാൻ വന്ന വണ്ട് വന്നതുപോലെ പറന്നുപോയി. ഞാൻ ഓർത്തു അങ്ങ് പോയതാണ് എന്ന്. പോയതാ, പക്ഷേ അങ്ങ് പോയതല്ല. പിന്നെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതുപോലെയുള്ള 6-7 വണ്ടുകൾ ഇരിക്കുന്നിടത്തോട്ട് ഈ വണ്ട് ചെല്ലുന്നതാ. എങ്ങനെ ആശയവിനിമയം നടത്തി എന്നുള്ളത് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പ്രാപ്തിയില്ല. പിന്നെ ഞാൻ കാണുന്നത് അവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടുകളെയും കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വണ്ടിൻ്റെ പ്രധാന നേതൃത്വത്തിലോ കാർമ്മികത്വത്തിലോ അവിടെ ഇരുന്ന വണ്ടുകൾ എല്ലാം കൂടി ഒന്നിച്ച് പറന്നു വരുന്നു. വന്നിട്ട് തലകീഴായി കിടന്ന് കൈകാലിട്ടടിക്കുന്ന വണ്ടിൻ്റെ അടുത്തൊരു കുഞ്ഞു ചെടി ഉണ്ടായിരുന്നു. ആ ചെടിയുടെ
ഒരു ഇലയിൽ എല്ലായിടത്തും കൂടെ സ്പ്രെഡ് ചെയ്തല്ല, ഒരു ഇലയിൽ ഈ വണ്ടുകൾ എല്ലാം കൂടി ഇരിക്കുന്നു. വണ്ടുകളുടെ ഭാരം കൊണ്ട് ഇല ചെടിയോടുകൂടി ചാഞ്ഞ് 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 കൈകാലിട്ടടിച്ച് തലകീഴായി കിടക്കുന്ന വണ്ടിന് സ്പർശിക്കാവുന്ന വിധത്തിൽ ചായച്ചു കൊടുക്കുന്നു. ഇലയിൽ അരമുള്ളത് കൊണ്ട് ഈ കൈകാലിട്ടടിക്കുന്ന വണ്ട് ഇലയിൽ പിടിച്ചു കയറുന്നു. എല്ലാ വണ്ടുകളും കൂടെ ഒന്നിച്ച് പറന്ന് അപ്രത്യക്ഷമാകുന്നു. എത്ര നേരം ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാനവിടെ ഇരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ പ്രിയമുള്ളവരെ. അറിയാതെ എൻ്റെ 2 കണ്ണിൽ നിന്നും ഓരോ തുള്ളി കണ്ണീർ അടർന്ന് എൻ്റെ മടിയിൽ വീണു. കാരണം വണ്ടിന് പള്ളിയില്ല. ഉണ്ടോ? വണ്ടിന് കൺവെൻഷൻ ഇല്ല. പക്ഷേ വണ്ടിന് സമസൃഷ്ടി സ്നേഹമുണ്ട്. അല്പായുസ് മാത്രമുള്ള, ഒന്നും തിരിച്ചറിയാൻ കഴിവില്ലെന്ന് നമ്മൾ കാണുന്ന ഒരു ചെറിയ ജീവിക്ക് തൻ്റെ സമസൃഷ്ടം കൂട്ടത്തിൽപ്പെട്ട ഒന്നിന് ഒരു അപകടം പറ്റിയപ്പോൾ യുവർ മിസ്ഫോർച്യൂൺ ഈസ് നോട്ട് ഓൺലി യുവർ മാറ്റർ, ഇറ്റ് മാറ്റേഴ്സ് ടു മീ, പിന്നെ ടു അസ് ഓൾസോ. അപ്പം ഇത് കണ്ണുനീരൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയാമോ? വലിയ നോമ്പിലെ 3-ാമത്തെ ഞായറാഴ്ചയുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ആർക്കെങ്കിലും പറയാമോ? റെഫറൻസ് ഒന്നും പറയണ്ട, ഏതാന്ന് പറഞ്ഞാൽ മതി. കേട്ടില്ല? തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നത്. യേശു കപ്പർന്നഹൂമിൽ ഒരു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ധാരാളം ആൾക്കാർ അവിടെ തടിച്ചുകൂടി. നമ്മൾ ഈ വേദഭാഗത്ത് 2 വ്യക്തികളുണ്ട്, 2 സമൂഹങ്ങളുമുണ്ട്. 2 വ്യക്തികളാരാ? എല്ലാവർക്കും ജീവനും സൗഖ്യവും കൊടുക്കുന്ന ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു. 2-ാമത്തെ വ്യക്തി ആരാ? വാടി തളർന്ന് പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയില്ലാത്ത, ത്രാണിയില്ലാത്ത പക്ഷപാതക്കാരൻ അഥവാ തളർവാദി രോഗി. 2 സമൂഹത്തെ നമുക്ക് കാണാം. ഒരു വലിയ ബഹുഭൂരിപക്ഷം ആൾക്കൂട്ടം, കർത്താവിന് ചുറ്റും ഇരിക്കുന്ന ഒരു ആൾക്കൂട്ടം അപകടമാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞു, ആൾ കൂടിയാൽ സ്വോത്രകാഴ്ച കിട്ടുമായിരിക്കും, പക്ഷെ പാമ്പ് ചാകത്തില്ല. അവരൊരു പ്രതിബന്ധമാണ് ആൾക്കൂട്ടം. അപ്പോഴാണ് 4 മനുഷ്യർ യേശു ഒരു വീട്ടിലുണ്ട് എന്ന് കേൾക്കുന്നത്. യേശു കപ്പർന്നഹൂമിലെ ഒരു ഭവനത്തിൽ ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ 4 പേരുടെ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത എന്തായിരുന്നു എന്ന് പറയാമോ? തളർന്നു കിടക്കുന്ന മനുഷ്യനെ കുറിച്ചായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പോകണം, ഞങ്ങൾക്ക് അവൻ്റെ ചുറ്റിലും ഇരിക്കണം, ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകണം എന്നുള്ളതല്ലായിരുന്നു അവരുടെ ചിന്ത. വീട് തളർന്നു കിടക്കുന്നവൻ, ദൗർഭാഗ്യകരമായ അവസ്ഥയിലായിരിക്കുന്നവനെ ഇതൊരു സുവർണ അവസരമായി കണ്ടിട്ട് അവർ എടുത്തുകൊണ്ടുവരികയാണ്. വന്നപ്പോഴാ അകത്തോട്ടൊന്നും ചെല്ലാൻ പറ്റുന്നില്ല. ഇനി ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവം എന്താ? കർത്താവിനെ വെളിയിലോട്ടൊന്നും വിടുകയുമില്ല, പുറത്തുനിന്നുള്ളവരെ ആരെയും കർത്താവിൻ്റെ അടുത്തോട്ട് വരാൻ സമ്മതിക്കുകയുമില്ല. പലപ്പോഴും നമ്മുടെ ആൾക്കൂട്ടങ്ങൾ ഇൻവേർട്ടഡ് കൊമാസ് പ്രതിബന്ധമായി മാറുകയാണ് പ്രിയമുള്ളവരെ. ദൈവസ്നേഹം പങ്കുവെക്കേണ്ട സഭ ആൾക്കൂട്ടത്തിൻ്റെ ആത്മാവിൽ അതിന് ഘടകവിരുദ്ധമായി മാറുന്നു. അപകടങ്ങൾ, അപജയങ്ങൾ ഏറി വരുന്നു. കൊണ്ടുവന്നവർ ഇവനൊക്കെ നന്മ ചെയ്യാമെന്ന് കണ്ടാലും അത് പ്രാപിക്കാൻ നിനക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞ് അവനെ വഴി തള്ളിയില്ല. They face the challenges. നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വെല്ലുവിളികളുണ്ട്. The 4 people, they stood together and faced the issue together. 4 പേര് ഒന്നിച്ചു നിന്നു. ഈ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം? വീടിൻ്റെ മേൽക്കൂര എല്ലാ വർഷവും കേൾക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അവനെ കട്ടിലോടെ യേശുവിൻ്റെ മുമ്പിലേക്ക്. വേദഭാഗം എങ്ങനെയാ തീരുന്നത്? യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്. ആരായി അവർ? 4 പേർ. പുരുഷാരമല്ല, ആൾക്കൂട്ടമല്ല, തളർവാദിയുമല്ല. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനോട് പറയുന്നു. പിന്നെ ഒരു ഡയലോഗൊക്കെ ഉണ്ട്, ഞാനതങ്ങ് വിടുകയാണ്. ഗെറ്റ് അപ്പ്, ഗോ ബാക്ക് ഹോം. എഴുന്നേൽക്കുക, കിടക്കയെടുക്കുക, മടങ്ങിപ്പോവുക. അതിന് മുഖാന്തരമായത് 4 മനുഷ്യരായിരുന്നു. 4 മനുഷ്യരായിരുന്നു. അവരുടെ വിശ്വാസമായിരുന്നു. അവരെൻ്റെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുക്കുകയും അതിന് തങ്ങളാലാവുന്ന വിധത്തിൽ പരിഹാരം തേടുകയും ചെയ്ത 4 പേർ. പ്രിയമുള്ളവരെ, കനാന്യ സ്ത്രീയെ പഴയ നിയമത്തിലെ രാഹാബ് എന്ന് പറയുന്ന വേശ്യയോടും രൂത്ത് എന്ന് പറയുന്ന മകള രത്നത്തോടും ഉപമിക്കുന്നു. അതിലൊരു കാരണം ഞാൻ പറഞ്ഞു. കാരണം ഈ 2 പഴയ നിയമ കഥാപാത്രങ്ങളും പ്രതിസന്ധിയുടെ നടുവിൽ
ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലാണ് അഭയം തേടിയത്. അതുപോലെ കനാന്യ സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഇത് പരിഹരിക്കപ്പെടുവാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ കർത്താവിൻ്റെ അടുത്ത് അഭയം തേടുന്നു. ആ സ്ത്രീയെ, നിന്റെ വിശ്വാസം പറ വലുത്. ആരുടെ വിശ്വാസമാണ് വലുത്? 2, റിസ്കിങ് ഓൺ ലൈഫ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ അപകടപ്പെടുത്തുന്നവരുടെ വിശ്വാസമാണ് വലുത്. സ്വന്തം കാര്യത്തിനല്ല, അവരൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുവാനും എന്ത് പ്രതിസന്ധി നേരിടുവാനും ധൈര്യം കാട്ടുന്നവരുടെ വിശ്വാസമാണ് വലുത്. കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വന്നു. 1, അവളൊരു സ്ത്രീ ആയിരുന്നു. 2, അവളൊരു പുറജാതിക്കാരി സ്ത്രീ ആയിരുന്നു. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു പുറജാതിക്കാരി സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വരിക എന്നുള്ളത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്കും നിയമത്തിനും ചേരുന്നതല്ലായിരുന്നു. അതിനെ വരുന്നതെന്തും വരട്ടെന്നല്ലാതെ എനിക്ക് പാടില്ല എന്ന് നമുക്കൊരു പാട്ടി പറയുന്നുണ്ടല്ലോ. എന്തും വരട്ടെ, ഞാൻ ഏതിനു വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിരിക്കുന്നുവോ അതിൻ്റെ 2-1 അറിഞ്ഞേ ഞാൻ പിന്മാറുകയുള്ളൂ. റിസ്കിങ് എ ഹോൾ ലൈഫ് ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ്. ഇവിടെയാണ് രാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ മഹത്വം നാം കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോശുവ ദീർഘദർശിയുടെ 2-ാം പുസ്തകം തുടർന്നുള്ള 2-ാം അധ്യായവും തുടർന്നുള്ള അധ്യായങ്ങളിലുമാണ് രാഹാബിനെ കുറിച്ച് തുടങ്ങുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ 14 സ്ഥലത്ത് 14 പ്രാവശ്യം രാഹാബ് എന്ന് പറയുന്ന വേശ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അവളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് രാഹാബ് എന്ന് പറയുന്ന വേശ്യ എന്നുള്ളതാണ്. ഞാൻ ആ വാക്ക് അതേപടി ചേർത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവസാനം ബോധ്യമാകും പ്രിയമുള്ളവരെ. എബ്രായ ലേഖന കർത്താവ് പറയുന്നു 11-ാം അധ്യായം 31-ാം വാക്യം, വിശ്വാസത്താൽ രാഹാബ് എന്ന് പറയുന്ന വേശ്യ ഒറ്റുകാരെ കൈക്കൊണ്ടു അവിശ്വാസികളോടുകൂടി നശിക്കാതിരുന്നു. യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ യാക്കോബ് ശ്ലീഹാ പറയുന്നു, അവണ്ണം തന്നെ രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിനാൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇവളും ഒരു കനാന്യ സ്ത്രീയ. ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ യോശുവ ദീർഘദർശി കനാൻ നാട് ഉറ്റുനോക്കുവാൻ 2 ചാരന്മാരെ അയക്കുന്നു. എറിഹോവിൻ്റെ മതിലിനോട് ചേർന്നാണ് ഈ രാഹാബ് എന്ന് പറയുന്ന ഈ സ്ത്രീ, ഈ വേശ്യ താമസിക്കുന്നത്. ഇസ്രായേലിലെ 2 ചാരന്മാരെ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ വീട്ടിൽ ഉൾക്കൊണ്ടു. തൻ്റെ നാട്ടുകാരല്ല, തൻ്റെ ജാതിയല്ല, തൻ്റെ ദേശക്കാരല്ല. എന്നിട്ടും ഈ 2 ചാരന്മാരെ രാഹാബ് തൻ്റെ വീട്ടിൽ, ചെറിയ വീട്ടിൽ അവൾ ഉൾക്കൊണ്ടു. അപ്പോൾ രാജാവിന് അറിവ് കിട്ടി. 2 ചാരന്മാരെ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ അവളുടെ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നു. രാജാവ് ആൾക്കാരെ വിട്ടു. ആൾക്കാർ വരുന്നത് കണ്ട് രാഹാബ് ചാരന്മാരെ തൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചു. എന്നിട്ട് അന്വേഷകരായി വന്ന രാജാവിൻ്റെ ആൾക്കാരെ സ്വീകരിച്ചിട്ട് എത്ര മനോഹരമായിട്ടാണ് അവരോട് വിഷയം അവതരിപ്പിക്കുന്നത്. 2 പേരിവിടെ വന്നിരുന്നു. സന്ധ്യയ്ക്ക് പട്ടണത്തിൻ്റെ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് അവരിവിടുന്ന് പോയിട്ട് അധികം നേരമൊന്നും ആയില്ല. ഇപ്പം അങ്ങോട്ട് പോയിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് പുറകെ പോയാൽ ഒരുപക്ഷെ അവരെ പിടിക്കാമായിരിക്കും. ഭോഷന്മാർ ഇത് കേട്ട് അവരിറങ്ങി പോവുകയും ചെയ്തു. രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ അവരെ തൻ്റെ വീടിൻ്റെ കിളിവാതിൽക്കൽ കൂടി ഇറക്കി വിടുന്നു. പക്ഷേ അതിനു മുമ്പ് അവൾക്ക് ബോധ്യമായി ഇതൊരു ദൈവീകമായ കർമ്മമാണ്. അവൾ ആ ചാരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട് പിടിക്കും, നിങ്ങളിത് കൈവശമാക്കും. അന്നേരത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടി നിങ്ങളൊന്ന് ഓർക്കണമേ. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നുള്ള കള്ളൻ്റെ നിലവിളി പോലെ സമാനമായി. പക്ഷേ ഈ സ്ത്രീ പറഞ്ഞു, എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടി രക്ഷിക്കണം. അപ്പം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിന് അവരൊരു എഗ്രിമെൻറ്റിൽ വന്നു. ആ വീടിൻ്റെ അവിടെ, കട്ടളപ്പടിയുടെ അവിടെ ഒരു ചുവന്ന ചരട് അടയാളം കെട്ടിയിരിക്കും. അടയാളമുള്ളത് രാഹാബിൻ്റെ വീടാണെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പ്രിയമുള്ളവരെ, അവളത് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ സ്വന്തം ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ടാണ് അവൾ ഇതിന് തയ്യാറായത്. അതുകൊണ്ട് ഇസ്രായേൽ ജനം കനാൻ നാട് പിടിച്ചെടുത്തു. രാഹാബ് എന്ന വേശ്യയും അവൾക്ക് കൊടുത്ത വാക്കും അവരോർത്തു. അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷിച്ചു. 1. അതുകൊണ്ടും തീരുന്നില്ല. കർത്താവിൻ്റെ വംശാവലി എടുത്തു നോക്കൂ പ്രിയമുള്ളവരെ. 5 വനിതകളാണ് കർത്താവിൻ്റെ വംശാവലിയിൽ വിശുദ്ധനായ മത്തായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അത്ര നല്ല ഒരു സ്വീകാര്യതയുള്ളവളല്ലായിരുന്നു. രാഹാബ് എന്ന് പറയുന്ന വേശ്യ, ഊറിയാവിൻ്റെ ഭാര്യ, ബേർശെബ എന്ന് പറയുന്നില്ല, ഊരിയാവിൻ്റെ ഭാര്യ. 4-മത് രൂത്ത്. 5-മത് തമ്പുരാനെ പറ്റിയ അമ്മയുടെ പേരാണ്. 5 വനിതകളെ കർത്താവിൻ്റെ വംശാവലിയിൽ 5 വനിതകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ ഒരുവൾ രാഹാബ് എന്ന് പറയുന്ന വേശ്യയായിരുന്നു.
അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിധി എഴുത്തൊക്കെ തകരുന്നൊരു നാൾ വരും, യാതൊരു സംശയവുമില്ല. നമ്മളുടെ നീതീകരണവും നമ്മൾ കുറ്റപ്പെടുത്തലും കുറ്റം വിധിക്കലും തകിടം മറിയുന്ന നാൾ ഒരു നാളും ഉണ്ടാകും എന്നുള്ളത് ഓർക്കണം. രാഘാവ് എന്ന് പറയുന്ന വേശ്യയ്ക്ക് ജീവിതം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഭൗതികവും ആത്മീകവും ദൈവികമായി അവളുടെ ജീവിതം ധന്യമായി തീർന്നു. പ്രിയമുള്ളവരെ, അവൾ ചെയ്ത പ്രവൃത്തിക്ക് സ്വർഗം കണ്ടു, സ്വർഗം കണക്കിട്ടു. അതിന് സ്വർഗത്തിൽ നിന്ന് സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടായി. ഭൗതികവും ആത്മീകവുമായി അതിന് മറുപടിയും പ്രതിഫലവും ഉണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഗ്ലാസ്, കൂടുതലൊന്നും വേണ്ട, ഒരു ഗ്ലാസ്, ഇത് കരിങ്ങാലിയാണ് തോന്നുന്നത്, പക്ഷേ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കുടിക്കുവാൻ കൊടുക്കുന്നവന് പോലും പ്രതിഫലമില്ലാതെ പോകില്ല. പ്രിയമുള്ളവരെ, അവരുടെ സ്നേഹത്തിൽ, മറ്റുള്ളവനോടുള്ള സ്നേഹത്തിൽ ഒരു പാനപാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അതിന് ഫലമില്ലാതെ പോകില്ല. രാഘാബിനെ വേദപണ്ഡിതന്മാർ ഈ കനാന്യ സ്ത്രീയോട് ഉപമിച്ചിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ഇതാണ്. സ്വന്തം ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി ഷി ഹാസ് ഡൺ എവറിത്തിങ് വെൽ, തന്നെ കൊണ്ട് കഴിയാവുന്നത് പരമാവധി ചെയ്തു. അതിൻ്റെ അനുഗ്രഹവും അവളും അവളുടെ കുടുംബവും തലമുറയും പ്രാപിച്ചു. കുടുംബവും തലമുറയും കൂടി പ്രാപിക്കുകയാണ്. 3, ആരുടെ വിശ്വാസമാണ് വലുത്? 3, who put others' needs before their own. തങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന, മുൻതൂക്കം, പ്രയോറിറ്റി കൊടുക്കുന്നവരുടെ വിശ്വാസമാണ് വലുത്. കനാന്യ സ്ത്രീക്ക് ഒന്നും പറയാനില്ല അവളെക്കുറിച്ച്, അവൾക്കൊന്നും വേണ്ട. അവൾക്ക് പറയാനുള്ളത് ഭൂതോപതരമായ മകളെക്കുറിച്ചാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് സ്വന്തം കാര്യങ്ങളെക്കാൾ ഊന്നൽ കൊടുക്കുന്നവരുടെ വിശ്വാസമാണ് വലുത്. സ്വന്തം മക്കൾക്ക് ഫീസ് കൊടുക്കാൻ കരുതി വെച്ച പണം ക്യാൻസർ രോഗികൾക്ക് എടുത്തു കൊടുത്തിട്ടുള്ളവരെ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ട്. സാധാരണക്കാരാ, വെരി ഓർഡിനറി പീപ്പിൾ. അവരുടെ വിശ്വാസമാണ് വലുത്. സ്വാർത്ഥതയില്ലാത്ത സേവന സന്നദ്ധതയുടെ ആത്മാവുള്ളവരുടെ വിശ്വാസമാണ് വലുത്. സ്വാർത്ഥതയില്ലാത്ത, ഒന്നും തിരികെ കിട്ടണം, റിട്ടേൺ ഇങ്ങോട്ട് വല്ലതും കിട്ടണം, കുറഞ്ഞ പക്ഷം ഞാൻ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഒരു ബിഗ് സല്യൂട്ടെങ്കിലും തരണം, അതുപോലും ഒരു നന്ദിയുടെ വാക്ക് പോലും പ്രതീക്ഷിക്കാതെ, ആഗ്രഹിക്കാതെ അവരുടെ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരുടെ വിശ്വാസമാണ് വലുത്. അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു, ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് യുവർ സെൽഫ് ഈസ് ടു യുവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ, സേവിക്കുന്നതിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊള്ളൂ. പ്രിയമുള്ളവരെ, ഇതിന് ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയാണ് രൂത്ത് എന്ന് പറയുന്ന മഹിളാ രത്നം. അവരുടെ പേരിൽ വേദപുസ്തകത്തിൽ ഒരു പുസ്തകം പോലുമുണ്ട്, രൂത്ത്. കേട്ടിട്ടുണ്ടല്ലോ? ഉണ്ടോ? ഇനി മിണ്ടുകയില്ല. ഉണ്ട്. എന്തുവാ? രൂത്ത് ഇല്ലേ? എലിമലേക്ക് എന്ന് പറയുന്ന ഒരു പുരുഷനും നവോമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും യഹൂദയിൽ ക്ഷാമം വന്നപ്പോൾ മോവാബ് ദേശത്ത് എന്ന് പാർത്തു. അവർക്ക് 2 ആൺമക്കൾ, പേരറിയാമോ? മഹ്ലോനും കില്യോനും. അവരവിടെ നിന്ന് മോവാബ് ദേശത്ത് നിന്ന് 2 സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. പേര് പറയാമോ? ഓർഫയും രൂത്തും. എലിമലേക്ക് ആദ്യം മരിക്കുന്നു. ഒന്നിച്ചല്ല കേട്ടോ, ഇടവേളകളുണ്ട്. പുറകെ മഹ്ലോനും കില്യോനും മരിക്കുന്നു. നവോമി 2 മരുമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ. അപ്പം നവോമിക്ക് അറിവ് കിട്ടി, യഹൂദയിൽ ക്ഷാമമൊക്കെ തീർന്നു, ഇവിടെ തനിക്ക് ആരുമില്ല, ഞാൻ തിരിച്ചു പോകുകയാണ് മക്കളെ. യു പ്ലീസ് സ്റ്റേ ബാക്ക്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. നിങ്ങളുടെ വീട്ടുകാർ വിടുക, നിങ്ങളുടെ നാട്ടുകാർ വിടുക, നിങ്ങളുടെ സ്വന്തക്കാർ വിടുക, നിങ്ങളുടെ സംസ്കാരം ഈ മണ്ണിലേതാ, എൻ്റെ കൂടി വരണ്ട. അപ്പം 2 പേരും ഒക്കെ പോകാനൊരു മനസ്സില്ലാത്ത വിധത്തിൽ ഓർഫ ഒന്ന് ചിണുങ്ങിയൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മ ഒന്നുകൂടി പറഞ്ഞു, കേട്ട പാതി കേൾക്കാത്ത പാതി. അപ്പം നവോമി പറയുന്നുണ്ട്, മക്കളെ, ഇനി നിങ്ങൾ എൻ്റെ കൂടെ വന്ന് നാട്ടിൽ പോയി, ഞാനിനി ഒരു വിവാഹം കഴിച്ച്, അന്നത്തെ രീതി അതാ, എനിക്ക് മക്കളുണ്ടായി, അവർക്ക് നിങ്ങളെ കഴിക്കാൻ പ്രായമൊന്നും ഒക്കത്തില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയി ബാക്കി നിങ്ങളുടെ ഭാവി ധന്യമാക്കൂ മക്കളെ. ഓർഫ മടങ്ങിപ്പോയി. രൂത്ത് പോയില്ല. രൂത്തിനെ ഇന്നത്തെ ലോകം വിഡ്ഢി എന്ന് പേർ വിളിക്കുമായിരിക്കും. പക്ഷേ രൂത്ത് വിഡ്ഢിയായിരുന്നോ? രൂത്തിൻ്റെ മറുപടി കേൾക്കണം. അതിന് രൂത്ത്, നിന്നെ വിട്ടു വരുവാനും, ബാക്കി 1-ാം അധ്യായം
16, 17 വാക്യങ്ങൾ എല്ലാ സ്ത്രീകളും ഇത് കാണാതെ പഠിക്കേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നവർ 2 വട്ടം കാണാതെ പഠിക്കണം. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് നിന്നെ തട്ടിയിട്ട് ഞാൻ പോകുള്ളൂ എന്നല്ല, ഞാൻ കാണിച്ചു തരാമെന്നല്ല, വെല്ലുവിളിക്കുകയല്ല. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. എനിക്ക് ഇതൊക്കെ സാരമില്ല. അടുത്ത വാചകമാണ് എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത്. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. ഒരു മരുമകളാണ് പറയുന്നത്. ആ മരുമകളെ ഭർത്താവുമില്ല, അമ്മായിപ്പനുമില്ല, ആരുമില്ല. പക്ഷേ പ്രിയമുള്ളവരെ, നോക്കൂ, പിന്നോട്ട് നോക്ക്. അവളുടെ ജീവിതം അവൾ നവോമിക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. സ്വന്തം ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ, ലോകപ്രകാരമുള്ളതെല്ലാം രൂത്ത് എന്ന് പറയുന്ന വനിത തൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ബലി അർപ്പിക്കുകയായിരുന്നു, യാഗമാക്കുകയായിരുന്നു. അതുകൊണ്ട് രൂത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, നിന്റെ 7 പെൺമക്കളെക്കാൾ നിനക്ക് നല്ലതല്ലേ എന്ന് നാട്ടുകാർ നവോമിയോട് ഈ രൂത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ 7 പെൺമക്കൾ കൂടിയാൽ ഉണ്ടായിരുന്നു എങ്കിൽ രൂത്തിനോളം വരില്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ സമർപ്പണവും നിഷ്കളങ്കതയും കരുതൽ മനോഭാവവും ആത്മാർത്ഥതയും വായിക്കാതെ പോകരുത് പ്രിയമുള്ളവരെ. രൂത്തിന് സ്വന്തം കാര്യമല്ലായിരുന്നു. സ്വന്തം കാര്യം സിന്ദാബാദ് വിളിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നല്ല മാതൃകയായി നിൽക്കുന്നു. അതുകൊണ്ട് എല്ലാം ബലി കഴിച്ചവളെ, എല്ലാം യാഗമാക്കിയവളെ ദൈവം കൈവിട്ടില്ല. ദൈവം കൈവിട്ടില്ല. സ്വർഗം കണ്ടു, സ്വർഗം കണക്കിട്ടു. അതിനുള്ള ഏറ്റവും അനുയോജ്യമായ ഫലം, അനുഗ്രഹം ദൈവം അവൾക്ക് കൊടുത്തു. ബോവാസ് എന്ന് പറയുന്ന ഒരാൾ, എലിമലേക്കിന്റെ വംശത്തിൽ ഗോത്രത്തിൽപ്പെട്ട ബോവാസ് എന്ന് പറയുന്ന ഒരാൾ രൂത്തിനെ വിവാഹം കഴിക്കുന്നു. ബോവാസിന് രൂത്തിൽ ഓബേദ് എന്ന് പറയുന്ന ഒരു മകനുണ്ടാകുന്നു. ആ മകനാണ് ദാവീദ് രാജാവിൻ്റെ പിതാവായ ഈശായുടെ അപ്പൻ, അല്ലെങ്കിൽ യഹൂദായുടെ സിംഹം എന്ന് വിശേഷിക്കപ്പെട്ട ദാവീദിൻ്റെ വല്യപ്പൻ്റെ അമ്മയായി മാറുകയായിരുന്നു രൂത്ത്. തീരുന്നില്ല, ലോകപ്രകാരം അധികാരപ്രകാരം ഉന്നതമായ സ്ഥാനവും മശിഹാതമ്പുരാന്റെ വംശാവലിയിൽ രൂത്തിനും ഇടമുണ്ടായി. പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന ദൈവീകതയുടെ പ്രവൃത്തികൾ, ദൈവാത്മാവിൻ്റെ പ്രവൃത്തികൾ, ചെറുതാകട്ടെ വലുതാകട്ടെ, സ്വർഗം അത് കാണുന്നുണ്ട്, സ്വർഗം അത് കണക്കിടുന്നുണ്ട്. അതിനാർക്കും ഫലമില്ലാതെ പോകില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആരുടെ വിശ്വാസമാണ് വലുത്? 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 4, പ്രതിസന്ധിയുടെ പരമാപ്തിയിൽ തകർന്നും പോകാതിരിക്കുന്നവരുടെ വിശ്വാസമാണ് വലുത്. സകലതും എനിക്ക് പ്രതികൂലമെന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. എല്ലാം പ്രതികൂലം, ഒരു സഹായത്തിനും തുണയ്ക്കും ആരുമില്ല. പ്രതിസന്ധികളുടെ പരമാപ്തി, അതിൻ്റെ ക്ലൈമാക്സിൽ വിളിച്ചവൻ വിശ്വസ്തനാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസമാണ് വലുത്. ഈ അടുത്ത കാലത്ത് മലയാള വായനാ ലോകത്തിൽ ശ്രദ്ധേയമായൊരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ എന്നുള്ളത്. ഞാൻ ഈ വർഷം പോയ എല്ലാ വേദികളിലും ഞാൻ ഈ പുസ്തകം പരിചയപ്പെടുത്തി. എനിക്ക് പുസ്തക വിൽപ്പനയില്ല, എനിക്ക് കമ്മീഷനില്ല, പക്ഷേ ഇത് വായിച്ചിരിക്കണം. മാർത്തോമാ സഭയിലെ വൈദികനും എൻ്റെ ആത്മമിത്രവും സഹപ്രവർത്തകനുമായിരുന്ന മാത്യൂസ് കറിയാച്ചന ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, തിരുമേനി ഇങ്ങനെയൊരു പുസ്തകം കൊണ്ട് കണ്ടോ, വായിച്ചോ? ഇല്ലച്ചാ. അപ്പോൾ അതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ CSSൽ കുരിശുകവലയിലുള്ള ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ അവിടെ നിന്ന് ഞാൻ പുസ്തകം വരുത്തി. അന്നും പിറ്റേ ദിവസം കൊണ്ട് ഞാൻ വായിച്ചു. കരഞ്ഞുകൊണ്ടും കണ്ണുനീരും കൊണ്ടും മാത്രമാണ് ഞാൻ ഈ പുസ്തകം വായിച്ചു തീർത്തത്. കാരണം പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തിൽ പറക്കമുറ്റാത്ത 4 മക്കളെ വളർത്തിയെടുത്ത് ഉന്നത സ്ഥാനീയരാക്കിയ മേരി എന്ന് പറയുന്ന ഒരമ്മയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ചരിത്രം അവരുടെ ഏക മകൻ ബാബു എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ്. പറക്കമുറ്റാത്ത 4 മക്കൾ, 3 പെൺമക്കളും 1 മകനും, ലാലി, ജെസ്സി, ബിന്ദു, ബാബു എന്ന് പറയുന്ന മകനും. പ്രാർത്ഥനയും കണ്ണുനീരും ദൈവാശ്രയവും വിപതി ധൈര്യവും കഠിനാധ്വാനവും മൂലം ഈ 4 മക്കളെ വളർത്തിയെടുത്തു. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളാ. ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് വന്നു. മുന്നിലൊരു മാർഗവുമില്ല.
ഒരു മാർഗവുമില്ല. പള്ളിക്കാർ കമ്മിറ്റി കൂടി മേരിയുടെ മക്കളെ അപ്പൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുക. മേരി അവിടെ വീട്ടിൽ പോട്ടെ. ഈ വിവരം അറിഞ്ഞ് മേരി നേരെ പള്ളിയിൽ ചെന്നു. അപ്പോൾ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക. ദൈവം കൂട്ടിച്ചേർത്തതിനെ വേർതിരിക്കാൻ തനിക്ക് ആരാടോ അധികാര പട്ടം തന്നതെന്ന് മേരി അച്ഛൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ചോദിച്ചു. കരിങ്കല്ല് ചുമ്മാൻ പോയി. അല്ല, അതിനു മുമ്പൊരു ചരിത്രമുണ്ട്. മേരി 4 മക്കളെയും വിളിച്ചിരുത്തി പറഞ്ഞു, മക്കളെ, നമുക്ക് മുന്നോട്ടൊരു മാർഗമില്ല. ഒരു കൊലപാതക രാത്രി നേരത്ത് മേരി പറക്കമുറ്റാത്ത 4 മക്കളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവരുടെ പള്ളിയുടെ പടിക്കലുള്ള കുരിശും തൊട്ടിയിൽ നിന്ന് എൻ്റെ ക്രിസ്തു രാജാ എന്നുള്ള മേരിയുടെ നിലവിളി ഇടുക്കി പ്രദേശം ഇളകി കാണും, കുടുംബിരിക്കൊണ്ട് കാണും. അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തിൽ അത് കേട്ട് കാണും. മേരി 4 മക്കളെയും കൊണ്ട് പോവുക. കൊലപാതക രാത്രിക്ക് ഒരു വെട്ടവും വെളിച്ചവുമില്ലാതെ കല്ലാർ ഡാമിൽ ചാടി 4 മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ അവിടെ ചെന്നു. ഡാമിൻ്റെ അടുത്ത് ചെന്നു. അമ്മ മക്കളോട് പറഞ്ഞു, മക്കളെ, അമ്മയ്ക്ക് നിങ്ങളെ വളർത്തി മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല മക്കളെ. അമ്മ ആദ്യം ചാടും, എൻ്റെ മക്കൾ ഓരോരുത്തരായി പുറകെ ചാടണം. മക്കൾ പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് ചാടാൻ ധൈര്യമില്ല അമ്മേ. അമ്മ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ ഓരോരുത്തരായിട്ട് എടുത്തെറിഞ്ഞിട്ട് അമ്മ അങ്ങ് ചാട്. മക്കളെ, എങ്ങനെ ഒരമ്മ പെറ്റതള്ള ഞാൻ നിങ്ങളെ ഈ ഡാമിലെറിയും മക്കളെ. അപ്പം എല്ലാം പറക്കം മുറ്റാത്ത 10 താഴെ പ്രായമേ ഉള്ളൂ. അപ്പോൾ ഒരു മകൾ ചോദിച്ചു, അമ്മേ, ഇവിടെ അല്ലേ നമ്മളെ അറിയുന്നവരുള്ളൂ, അമ്മേ നമുക്ക് അക്കരയ്ക്ക് പോകാം അമ്മേ. അവിടെ നമ്മളെ അറിയുന്ന ആരുമില്ലല്ലോ അമ്മേ, നമുക്ക് പോയി ഭിക്ഷയെടുത്ത് ജീവിക്കാം അമ്മേ. അമ്മ കരഞ്ഞുകൊണ്ട് 4 മക്കളെയും ചേർത്ത് പിടിച്ചു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറങ്കീഴിൽ ചേർക്കുന്നത് പോലെ കൊലപാതക രാത്രിക്ക് അമ്മ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരികയാണ്. അമ്മ കൂലിപ്പണിക്ക് പോയി, മണൽ ചുമക്കാൻ പോയി, കരിങ്കല്ല് ചുമക്കാൻ പോയി, ലോറിയിൽ നിന്ന് സിമെൻ്റ് ഇറക്കാൻ പോയി. ചെറിയ ചുമട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകും, അവർക്കും എടുക്കാവുന്നത് അവരുടെ തലയിൽ വെച്ച് കൊടുക്കും. സിമെൻ്റ് എടുക്കാൻ പോയി, യൂണിയൻകാർ തടഞ്ഞു. മേരി നെഞ്ചത്തിട്ടിരുന്ന ഈ തോർത്ത് എടുത്ത് തലയിൽ കെട്ടി യൂണിയൻകാരോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ സിമെൻ്റ് ലോഡ് ഇറക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. തടയാൻ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ മേരി പറഞ്ഞു. ഒരു മനുഷ്യൻ പോലും ഇറങ്ങി വന്നില്ല. മേരിക്ക് അവിടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു, പള്ളിക്കാരും ഉണ്ടായിരുന്നു. ഈ വീട്ടുകാരും പള്ളിക്കാരും പറക്കമുറ്റാത്ത എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളോട് ചോദിക്കും, മക്കളെ, രാത്രിയിൽ വല്ല സന്ദർശകരുമുണ്ടോ എന്നുള്ളത്. അതായിരുന്നു അവർക്ക് അറിയേണ്ടത്. മക്കളെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ മക്കളെ? പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ടോ മക്കളെ? ഉടുക്കാൻ തുണിയുണ്ടോ മക്കളെ? ആഹാരത്തിന് വകയുണ്ടോ മക്കളെ എന്ന് ചോദിക്കാൻ ഒരു വീട്ടുകാരനും ഒരു പള്ളിക്കാരനും ഇല്ലായിരുന്നു. പ്രിയമുള്ളവരെ, അവിടെയാണ് ഒറിഗൻ എന്ന് പറയുന്ന സഭാപിതാവിൻ്റെ കനാന്യശ്രീ സഭയും ആ മകൾ ആ സഭയിലെ ഒരംഗവുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എവിടെ വീട്ടുകാർ, എവിടെ സ്വന്തക്കാർ, എവിടെ നാട്ടുകാർ, എവിടെ പള്ളിക്കാർ? ഈ 4 മക്കളെയും അമ്മ വളർത്തി. 4 പേരും ഉന്നത സ്ഥാനങ്ങളിൽ. ലാലി ഇറ്റലിയിൽ, ജെസി ഇംഗ്ലണ്ടിൽ, 3ാമത്തെ മകളും അതുപോലെ ബാബു PhD എടുത്ത് ഫ്രാൻസിൽ, പാരീസിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ മാറി മാറി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഇടയ്ക്ക് നാട്ടിൽ വരും. ഇവർ ഞാനുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമാണ്. അരമനയിൽ വന്ന് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിച്ചു, ഇടയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യും. പ്രിയമുള്ളവരെ, ഒരമ്മയുടെ വിപരീത ധൈര്യം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. എൻ്റെ കർത്താവ് ജീവിക്കുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് പാട്ട് പാടാം. പക്ഷെ മേരി അത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചു. പ്രിയമുള്ളവരെ, 12 വർഷം കഴിഞ്ഞ് ഈ മക്കളുടെ അപ്പൻ തിരിച്ചു വന്നു. പിള്ളേർക്ക് മനസ്സിലായില്ല ഇത് തങ്ങളുടെ പിതാവാണ് എന്ന്. അവസാനം അമ്മ പറഞ്ഞു, ഇത് നിങ്ങളുടെ പിതാവാണെന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, അമ്മേ, നമ്മെ നമ്മുടെ നല്ല പ്രായത്തിൽ ഉപേക്ഷിച്ച് പോയ ഈ മനുഷ്യനെ നമുക്ക് വേണ്ട അമ്മേ എന്ന് മക്കൾ മേരിയോട് പറഞ്ഞപ്പോൾ മേരി പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? എൻ്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മക്കളെ. ഈ കഴിഞ്ഞ 12 വർഷം എല്ലാ അപമാനവും സഹിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ നിങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും പണിക്ക് പോകും. മക്കളെ, അപ്പൻ എങ്ങനെയായാലും അമ്മയ്ക്ക് അപ്പൻ സുന്ദരനാണ്. അമ്മയ്ക്ക് നിങ്ങളെ 4 മക്കളെ 4 പേരെയും കിട്ടിയത് ഈ അപ്പൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മക്കളെ. അതുകൊണ്ട് ഞാൻ അപ്പനെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് പോകാം. മേരിയാണ് പറയുന്നത്, ഒരമ്മയാണ് പറയുന്നത്. മൂത്ത മകളുടെ വിവാഹ സമയത്ത്, ലാലിയുടെ വിവാഹ സമയത്ത് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുത്തു, മകളെ, വിവാഹ ജീവിതം കുടുംബജീവിതം വിട്ടുവീഴ്ചയുടെ ജീവിതമായിരിക്കണം മകളെ എന്ന്. മേരിക്ക് വലിയ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒന്നുമില്ല. പക്ഷേ ആ അമ്മ പറഞ്ഞു കൊടുത്തു, ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് പറയരുത്. നിങ്ങൾ ഇത്രയും അമ്മമാരും അപ്പന്മാരും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടല്ലോ. വിവാഹ ജീവിതം കുടുംബജീവിതം വിട്ടുവീഴ്ചയുടെ ജീവിതമാണെന്ന് ഒരപ്പനോ ഒരമ്മയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ,
നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എനിക്കറിയാം എന്താണെന്ന്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? വിട്ടുകൊടുക്കരുത് മകളെ, വിട്ടുകൊടുക്കരുത്. നീ എൻ്റെ മോളാണെങ്കിൽ എനിക്കറിയാം പറയാൻ മടി കാണും. പക്ഷെ മേരി ദൈവപക്ഷത്തായിരുന്നു. മേരി ദൈവാത്മാവിലായിരുന്നു ജീവിച്ചതും തലമുറയെ വളർത്തി ഉയർത്തിയതും. അതുകൊണ്ട് മേരിക്ക് പറയാനുള്ള ദൈവദർശനമുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു, ചങ്കൂറ്റമുണ്ടായിരുന്നു. മക്കളെ, കുടുംബജീവിതം, വിവാഹ ജീവിതം വിട്ടുവീഴ്ചയുടെ ജീവിതമാണ് എന്ന്. മാതാപിതാക്കളെ, അവർ തമ്മിലുള്ള സ്നേഹം മേരിക്ക് വേണമെങ്കിൽ എണ്ണിപ്പറഞ്ഞ് കണക്ക് തീർക്കാമായിരുന്നു. ഒരു യാചകനെ പോലെ ആരോഗ്യം നഷ്ടപ്പെട്ട് പിതാവ് കടന്നു വന്നപ്പോൾ മേരിക്ക് എണ്ണി പകവീട്ടാമായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മക്കളുടെ മുമ്പിൽ വെച്ച് മേരിക്ക് ആ മക്കളുടെ അപ്പൻ്റെ, മേരിയുടെ ഭർത്താവിൻ്റെ തൊലി ഉരിയാമായിരുന്നു. മേരി ഉരിഞ്ഞില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോകാം, ഇതെൻ്റെ ഭർത്താവാ, സൗന്ദര്യം എനിക്ക് വിഷയമല്ല. എങ്ങനെയായിരുന്നു നോക്കണ്ട, ഞാൻ സ്വീകരിക്കുന്നു. ഒരമ്മ അപ്പന് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും കണ്ടാണ് മക്കൾ വളരേണ്ടത്. അവിടെ കൊണ്ട് മാത്രം പോരാ, തിരിച്ചുമുണ്ടാകണം. അപ്പന്മാർ അമ്മമാർക്ക് കൊടുക്കുന്ന, ഭാര്യമാർക്ക് കൊടുക്കുന്ന സ്നേഹം, കരുതൽ, സംരക്ഷണം, ബലപ്പെടുത്തൽ, ഇത് കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആയിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജ്ഞാനിയായ ശലോമോൻ പറയുന്നുണ്ട്, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷതമുള്ളവളോ സ്വന്തം കൈകൊണ്ട് പൊളിച്ചു കളയുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ. ഇവിടെ നമ്മുടെ സാംകോശി അച്ഛൻ വന്നപ്പോൾ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ വാക്യത്തിന് ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം അതിൻ്റെ അടിയിലുണ്ട്. ജ്ഞാനം ബുദ്ധി കൊണ്ട് മാത്രമല്ല, വിവേകം, ദൈവാത്മ സംസർഗം, പ്രാർത്ഥന, വിശ്വാസം, പലതുണ്ട്, ആത്മീക അനുഭവങ്ങളുണ്ട്. ഇനി ചിന്തിച്ചേ, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ, വിശ്വാസമുള്ളവൾ, പ്രാർത്ഥനയുള്ളവൾ, കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെ അനുഭവമുള്ളവൾ, വീട് പണിയുന്നു. ഭോഷത്വമുള്ളവളോ സ്വന്തം കൈകൊണ്ട് പൊളിച്ചു കളയുന്നു. സ്ത്രീയേ ബാക്കി പറ, നിന്റെ വിശ്വാസം വലുത്. മേരിയെ മുൻനിർത്തി നമുക്ക് പറയാൻ പ്രിയമുള്ളവരെ, മേരി വുമൺ, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. ആരുടെ വിശ്വാസമാണ് വലുത്? 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അവരുടെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുത്ത് തന്നാലാവുന്ന വിധത്തിൽ പരിഹാരം കാണാൻ പരിശ്രമിക്കുന്നവരുടെ വിശ്വാസമാണ് വലുത്. 2, സ്വന്തം ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് റിസ്കിങ് ഓൺ ലൈഫ്, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ തയ്യാറാകുന്നവരുടെ വിശ്വാസമാണ് വലുത്. 3, രൂത്തിനെ ഓർത്താൽ മതി, സ്വന്തം കാര്യം മറന്ന് മാറ്റിവെച്ച് മറ്റൊരാളുടെ ആവശ്യത്തിന് മുൻഗണന കൊടുത്ത് അതിനുവേണ്ടി നിലനിന്നവളുടെ വിശ്വാസമാണ് വലുത്. ജീവിതത്തിൽ ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതും സ്വപ്നത്തിൽ പോലും വിഭാവനം ചെയ്യാൻ കഴിയാത്ത കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും പതറി തളർന്നു പോകാതെ പിടിച്ചു നിന്ന് അഭിമുഖീകരിച്ച് അതിജീവിച്ച് തലമുറയെ ദൈവാനുഭവത്തിൽ വളർത്തുന്നവരുടെ വിശ്വാസമാണ് വലുത്. ആമേൻ.